29 ലോകരാജ്യങ്ങൾ. ഈ രാജ്യങ്ങളിലെയൊക്കെ പരമോന്നത സിവിലിയൻ ബഹുമതി തേടിയെത്തിയ ഒരേ ഒരു ഇന്ത്യൻ നേതാവ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇങ്ങനെ പരമോന്നത പുരസ്കാരങ്ങളുടെ പട്ടിക നീളുകയാണ്, പറഞ്ഞാൽ തന്നെയും തീരില്ല. ഈ മോദി ഭരണം 11 വർഷം പിന്നിടുമ്പോൾ ഇതുവരെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്താത്ത രാജ്യങ്ങളിലേക്ക് അദ്ദേഹം എത്തി എന്ന ചരിത്രവുമുണ്ട്. ഇസ്രായേൽ, പലസ്തീൻ, ബഹ്റൈൻ, പാപ്പുവ ന്യൂഗിനിയ, റുവാണ്ട എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മോദി. മാത്രമല്ല 3 പതിറ്റാണ്ടിന് ശേഷം UAE, മൊസാംബിക്, സീഷെൽസ്, സ്വീഡൻ, ജോർദാൻ എന്നീ രാജ്യങ്ങൾ ആദ്യമായി സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദി. 2014 മുതൽ 2025 വരെയുള്ള കാലയളവിൽ മോദി നടത്തിയത് ഏകദേശം 100-നടുപ്പിച്ചുള്ള വിദേശയാത്രകളാണ്. US-ലെത്തിയത് 10 തവണയാണ്. ഫ്രാൻസിലും ജപ്പാനിലും 8 തവണയും, റഷ്യയിലും UAE-യിലും 7 തവണയും, ചൈനയിലും ജർമ്മനിയിലും 6 തവണയാണ് മോദി സന്ദർശനം നടത്തിയത്. ഈ ഓരോ രാജ്യങ്ങളും സന്ദർശിക്കുമ്പോൾ ഇന്ത്യക്ക് ഗുണകരമാകുന്ന രീതിയിൽ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താനാണ് മോദിയുടെ ശ്രമം. ഈ മോദിക്ക് ലോക നേതാക്കൾക്കിടയിൽ ലഭിക്കുന്ന ഈ സ്വീകാര്യതയാണ് ട്രംപിനെ എപ്പോഴും ചൊടിപ്പിക്കാറ്. ഈ യുദ്ധം തുടങ്ങിയും അവസാനിപ്പിച്ചും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിനായി കിണഞ്ഞ് പരിശ്രമിച്ച ട്രംപ് അതും കൂടി കിട്ടാതെ വന്നതോടെ ആകെ ആവലാതിയിലാണ്. വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി അതിനൊരു ഉദാഹരണം മാത്രമാണ്. മറ്റ് രാഷ്ട്രങ്ങളെ ആശ്രയിച്ച ഇന്ത്യ ഇന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമായത് മോദിയുടെ ഭരണ കാലയളവിലാണ്. സമ്പദ് രംഗത്ത് ഇന്ത്യയുടെ കുതിപ്പ് അതിനൊരു തെളിവാണ്. ഈ രാഷ്ട്രീയ ഭേദമന്യേ എന്തുകൊണ്ടാണ് മോദിക്ക് ഇത്രയധികം ഫാൻസ് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ?